വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 2 മേരെ ബച്ചേക്കോ സിക്കായെ എന്ന പാഠത്തിൽ കഴിഞ്ഞ ദിവസം വിക്ടേഴ്സ് ചാനലിൽ കാണിച്ച ക്ലാസ്സിനെ ആസ്പദമാക്കിയിട്ടുള്ള വർക്ക്ഷീറ്റുകളും ക്വസ്റ്റ്യൻ ആൻസറുകളും അതിൻ്റെ ആൻസറൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മേരെ ബച്ചേക്കോ സിക്കായെ കിസ് വിധ കി രചന ഹേ? ഏത് വിധയിലുള്ള രചനയാണ്? ആൻസർ പത്ര, കത്താണ്. അടുത്തത് 2, പത്ര के समानार्थी शब्द क्या है? പത്ര എന്നതിൻ്റെ സമാനാർത്ഥി ശബ്ദ എന്താണ്? ആൻസർ ഖത്ത്, ചിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേരെ ബच्चे को सिखाए പാഠ് के രചയിതാ कौन है? ആൻസർ അബ്രഹാം ലിങ്കൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, अब्राहम लिंकन कौन है? उनके बारे में आप लोग क्या क्या जानते हैं? അബ്രഹാം ലിങ്കൻ ആരാണ്? അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്. अब्राहम लिंकन अमेरिका के 16वें राष्ट्रपति थे. अब्राहम लिंकन का जन्म एक गरीब परिवार में हुआ था. वे स्वयं पढ़कर जीवन में आगे बढ़े. 1860 में वे राष्ट्रपति के रूप में चुने गए. उन्होंने अमेरिका में दास्ता का उन्मूलन किया. അതായത് നമ്മുടെ ഇതിൻ്റെ ആൻസർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ലാസ്റ്റ് പേജിൽ അബ്രഹാം ലിങ്കനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചാൽ മതിയാവും നിങ്ങൾ കേട്ടോ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, മേരെ ബच्चे को सिखाए नामक इस पत्र को ऐतिहासिक दस्तावेज क्यों कहा? ഇതൊരു ഐതിഹാസിക് ചരിത്രപരമായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് ഈ കത്തിനെ പറയാനുള്ള കാരണമെന്ത്? ആൻസർ അബ്രഹാം ലിങ്കൻ की इच्छा थी कि अपने बेटे को बहुत सारे बच्चे कार्य सिखाए. हर एक पिता भी यही चाहता है. അതായത് നമ്മുടെ അബ്രഹാം ലിങ്കൻ ആഗ്രഹിക്കുന്നത് തൻ്റെ മകനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിപ്പിക്കണം. എല്ലാ അച്ഛന്മാരും ഇത് തന്നെയാണ് ആഗ്രഹിക്കുക. ഹമേം ബി യഹി സബ് ബാത്തേം ഹി തോ ജാൻനാ ഹേ. നമ്മളും ഇതെല്ലാം അറിയണം. इसलिए अब्राहम लिंकन के अपने बेटे के अध्यापक को लिखे इस पत्र को ऐतिहासिक दस्तावेज कहा है. അടുത്ത ക്വസ്റ്റ്യൻ, അബ്രഹാം ലിങ്കൻ ने यह पत्र किसको लिखा? അബ്രഹാം ലിങ്കൻ ഈ കത്ത് ആർക്കാണ് എഴുതിയത്? ആൻസർ അബ്രഹാം ലിങ്കൻ ने यह पत्र अपने पुत्र के शिक्षक को लिखा. ടീച്ചർക്കാണ് എഴുതിയത്. ശിക്ഷക് എന്ന് പറഞ്ഞാൽ ടീച്ചർ, അധ്യാപകൻ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, അബ്രഹാം ലിങ്കൻ ने यह पत्र कब लिखा? ഈ ലെറ്റർ എപ്പോഴാണ് എഴുതിയത്? ആൻസർ അബ്രഹാം ലിങ്കൻ ने यह पत्र 15 മാർച്ച് 1860 को लिखा. 8ാമത്തെ ക്വസ്റ്റ്യൻ, अब्राहम लिंकन ने इस पत्र में संबोधन के रूप में क्या लिखा है? സംബോധനയായിട്ട് എന്താണ് എഴുതിയത്? ആൻസർ പ്രിയ ഗുരുജി. 9, मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक मूल्यवान होता है. अपना दृष्टिकोण प्रकट करे. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ പരിശ്രം ഹി ജീവൻ കാ ആധാർ ഹേ. പരിശ്രമമാണ് ജീവിതത്തിൻ്റെ ആധാരം. ഹമേം പരിശ്രം സേ ധൻ കമാനാ ചാഹിയെ. നമ്മൾ പരിശ്രമത്തിലൂടെ ധനം സമ്പാദിക്കണം. പരിശ്രം കി കമായി ഹി സ്ഥായി ഹോത്തി ഹേ. പരിശ്രമിച്ച് കിട്ടുന്ന പൈസയ്ക്കാണ് സ്ഥിരതയുണ്ടാവുകയുള്ളൂ. ക്യോം കി പരിശ്രം കി കമായി കാ ഹം സഹി ഉപയോഗ കർത്തേ ഹേ. എന്തുകൊണ്ടെന്നാൽ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയാണ് നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയുള്ളൂ. അവിഹിത രൂപ സേ കമാനെ വാല ധൻ കാ കോയി മഹത്വ നഹി. തെറ്റായ രീതിയിലൂടെ സമ്പാദിക്കുന്ന ധനത്തിന് ഒരു മഹത്വവുമില്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല. इसलिए मेहनत से कमाया एक पैसा भी हरामे मिली नोटों की गड्डी से कहीं अधिक മൂല്യവാൻ होता है. ഇതുകൊണ്ടാണ് അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന ഒരു പൈസ പോലും തെറ്റായ രീതിയിലൂടെ, ഹറാമേ മിലി എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിലൂടെ കിട്ടുന്ന നോട്ട് കെട്ടിനേക്കാൾ ഒരിക്കലും കൂടുതൽ മൂല്യമുള്ളതല്ല എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, अब्राहम लिंकन इस पत्र में अपने बेटे को कैसे होने की उम्मीद रखते हैं? അബ്രഹാം ലിങ്കൻ ഈ കത്തിലൂടെ തൻ്റെ മകനെ എങ്ങനെ വളർത്തണം, എങ്ങനെ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മകൻ എന്തൊക്കെ ആവണം? ആൻസർ നോക്കാം. നമുക്ക് ഓരോ പോയിന്റ് ബൈ ആയിട്ട് പഠിക്കാം. ഉസേ ന്യായപ്രിയ ഹോനാ ചാഹിയേ. മകൻ ന്യായപ്രിയ ആകണം, നീതിമാനാകണം. അടുത്തത് ഉസേ സച്ച് ബോൽനാ സാഹിയേ. സത്യം പറയണം. ഉസേ അച്ഛ മനുഷ്യ ബന്നാ ചാഹിയേ. നല്ലൊരു മനുഷ്യനായി തീരണം.
ഉസേ ജനതാ കെ ഹിത് മേ കാം കർനെ വാല ഹോനാ ചാഹിയെ. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജോലി ചെയ്യാൻ കഴിവുള്ളവനാവണം. ഉസേ സബീ സെ മിത്രതാ കാ വ്യവഹാർ കർനാ ചാഹിയെ. അവൻ എല്ലാവരോടും നല്ല ഫ്രണ്ട്ഷിപ്പിലൂടെ സൗഹാർദ്ദത്തിലൂടെ സ്വഭാവമുള്ള ഒരാളാവണം. ഉസേ പരിശ്രം കാ മഹത്വ സംജാനാ ചാഹിയെ. അവനെ പരിശ്രമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിവുള്ളവ ആവണം. ഉസേ അവിഹിത രൂപമേ ധൻ നഹീ കമാനാ ചാഹിയെ. തെറ്റായ രീതിയിലൂടെയുള്ള പണം ഒരിക്കലും അവൻ അധ്വാനിക്കരുത്, ഒരിക്കലും അവൻ സമ്പാദിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, മേരെ ബच्चे को सिखाए नामक പത്ര के आधार पर सब लोगों को कैसे होना चाहिए. ഈ കത്തിനെ ആധാരമാക്കി എല്ലാ ജനങ്ങളും എല്ലാ ആളുകളും എങ്ങനെയാവണമെന്നാണ് പറയുന്നത്. ആൻസർ, ഹം ന്യായപ്രിയ ബനെ, സച്ചായി സീക്കെ, സ്വാർത്ഥി ന ബനെ, മിത്രതാ കാ വ്യവഹാർ കരെ, മെഹനത്ത് കാ മൂല്യ സമझे. അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്തത്, നിമ്നലിഖിത വിലോം ശബ്ദം കോ പഹ്ചാനെ ഔർ സഹി മിലാൻ കരെ. ഇത് മാച്ച് ചെയ്യാനാണ്, അതായത് വിപരീത ഓപ്പോസിറ്റ് വേർഡ് മാച്ച് ചെയ്യാനാണ്. അതിൻ്റെ ആൻസർ നോക്കാം. ന്യായ് അന്യായ്, സച്ച് झूठ, ബദ്മാഷ് नेक, സ്വാർത്ഥി ഉദാർ, ഹിത് അഹിത്, ദുഷ്മൻ ദോസ്ത്. അപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റ് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നിട്ടുള്ളതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് പത്രികെ ദ്വാര അബ്രഹാം ലിങ്കൻ ക്യാ കഹന ചാഹത്തെ ഹെ. ഈ കത്തിലൂടെ അബ്രഹാം ലിങ്കൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ആൻസർ, മെഹനത്ത് കാ ഫൽ സദൈവ് മീഠാ ഹോത്താ ഹെ, മെഹനത്ത് കബി ബേക്കാർ നഹീ ഹോത്തി, मेहनत से कमाया धन ही मूल्यवान होता है, हमें अविहित रूप से पैसा नहीं कमाना चाहिए, अविहित रूप से कमाया धन साई नहीं होता. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ ദിവസം വിക്ടേഴ്സിൽ എടുത്തതിൻ്റെ നോട്ട്സുകൾ. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ബദ്മാഷോं को आसानी से काबू में किया जा सकता है, ऐसा क्यों कहा होगा. ബദ്മാഷോം എന്ന് പറഞ്ഞാൽ തെമ്മാടികളെ എളുപ്പത്തിൽ തന്നെ വശത്താക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? आंसर इതാണ്, बदमाश लोग अपने मन के भावों को प्रतिक्रिया के रूप में दूसरों के सामने प्रकट करते हैं, इससे हम उनका मन समझ सकते हैं, प्रेम पूर्वक व्यवहार से उन्हें आसानी से काबू में किया जा सकता है. അതായത് തെമ്മാടികളായ ആളുകളെ അവരുടെ മനസ്സിൻ്റെ ഭാവങ്ങൾക്കനുസരിച്ച് അവരോട് നമ്മൾ റിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇസ്സേ ഹം ഉൻകാ മനസ്, അതുകൊണ്ട് അങ്ങനെ അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും പ്രേമപൂർവ്വമായിട്ട് സ്നേഹപരമായിട്ട് അവരോട് നമ്മൾ പെരുമാറിയാൽ പെട്ടെന്ന് തന്നെ അവരെ വശത്താക്കാൻ സാധിക്കുകയും ചെയ്യും. തേർഡ് ക്വസ്റ്റ്യൻ, നക്കൽ കർക്കെ പാസ് ഹോനെ സെ ഫെയിൽ ഹോന ബെഹത്തർ ഹെ. കോപ്പി അടിച്ച് ജയിക്കുന്നതിനേക്കാളും തോൽക്കുന്നതാണ് നല്ലത്. എബ്രഹാം ലിങ്കൻ കെ ഇസ് വിചാർ സെ ക്യാ ആപ് സഹമത് ഹെ ക്യോ. എബ്രഹാം ലിങ്കൻ്റെ ഈ ഒരു തോട്ടിനോട് നിങ്ങൾ സഹമതരാണോ, നിങ്ങൾ യോജിക്കുന്നുണ്ടോ, എന്തുകൊണ്ട്? ഇസ് വിചാർ മേ സഹമത്തുവും, ഈ വിചാരത്തോട് ഈ ചിന്തയോട് ഞാൻ യോജിക്കുന്നു. ക്യോംകി നക്കൽ കർണേ വാലെ അപ്പനി യോഗ്യത പഹ്ചാൻ നാ സക്തേ. എന്തുകൊണ്ടെന്നാൽ കോപ്പി എടുക്കുന്ന ആൾക്ക് അവരുടെ യോഗ്യത, അവരുടെ കഴിവ് എന്താണെന്ന് അറിയുന്നില്ല. യഹ് ബി നഹി, അതുമാത്രമല്ല യഹ് പ്രവണത ഉന്നെ ആലസി ബനാ ദേത്താ ഹേ. ഈ ഒരു കാര്യം അവരെ മടിയനാക്കുകയും ചെയ്യുന്നു. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഭീഡ് സെ അലഗ് ഹോക്കർ അപ്നാ രാസ്ത ബനാന കാ മത്ലബ് ക്യാ ഹേ. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി തൻ്റെ വഴി തിരഞ്ഞെടുക്കുക എന്നതിൻ്റെ അർത്ഥം എന്ത്? ഇസ്കാ മത്ലബ് യഹേക്ക് സ്വാവലംബ് ഹോന, സ്വയം പര്യാപ്തത എന്നതാണ് ഇതിൻ്റെ അർത്ഥം. कोई भीड़ में से एक हो सकता या पानी के बहाव के साथ सब तैर सकते हैं. ചിലർക്ക് ആൾക്കൂട്ടത്തിലോ അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിലോ, ബഹാവ് കെ സാത്ത് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫോഴ്സിനനുസരിച്ച് സബ് തൈർ സക്തേ ഹേ, അവർ ഒപ്പം നീന്തിപ്പോകുന്നു. വഹ് തൈർനെ വാലോം കാ നിപുണത നഹി, അത് നീന്തൽക്കാരുടെ കഴിവല്ല. ലേക്കിൻ ബഹാവ് കെ വിപരീത ദിശാ മേ യദി കോയി തൈർ സക്താ തോ വഹ് തൈർനെ വാലെ വ്യക്തി കാ വിജയ്. എന്നാൽ എന്താണ്, ബഹാവ് കെ വിപരീത, ഒഴുക്കിന് വിപരീത ദിശയിലേക്ക് ഒരാൾക്ക് നീന്താൻ കഴിയുന്നുവെങ്കിൽ അത് നീന്തൽക്കാരൻ്റെ കഴിവാണ്.
വിജയമാണ്. അതാണ് അയാളുടെ ധൈര്യവും. അടുത്ത ലാസ്റ്റ് ആക്ടിവിറ്റി ഇതാണ്. ലഘു ലേഖ് ലിഖേ. സഫൽ ജീവൻ വിഷയ പർ ലഘു ലേഖ് ലിഖേ. സഫൽ ജീവിതം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു ചെറിയൊരു ലേഖനം എഴുതാനാണ്. സഫൽ ജീവൻ എന്ന ഹെഡിങ് കൊടുക്കണം. സിർഫ് സാസ് ലേന കാ നാം ജീന നഹീം. വെറും ശ്വാസം എടുക്കുക എന്നത് ജീവിക്കുക എന്നതല്ല. സഫൽ ജീവൻ കെ ലിയെ കുച്ച് ബാത്തോം കാ ധ്യാൻ രഖ്നാ ഹേ. ശരിയായ സഫലമായ ജീവിതത്തിന് കുറച്ച് കാര്യങ്ങൾ കൂടിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹമേ അച്ചേ രാസ്തേ പർ ആഗേ ബഡ്നാ ഹേ. നമുക്ക് നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകണം. സാത്ത് ഹി ഗലത് ബാത്ത് കോ പഹച്ചാൻ കർ ഉസ്സേ ദൂർ രഖ്നെ കി ഹിമ്മത്ത് ഭി രഖ്നി ഹേ. അതിൻ്റെ കൂടെ തന്നെ തെറ്റുകളെ മനസ്സിലാക്കി അതിൽ നിന്ന് മാറി ധൈര്യത്തോടെ ജീവിക്കാനും കഴിയണം. ജിന്ദഗി മേ ജീത്ത് ഹി നഹി ഹാർ ഭി ഹേ. ജീവിതം എന്നത് വിജയിക്കുക എന്നത് മാത്രമല്ല തോൽവിയുമുണ്ട്. ഹമേ ഹാർനെ കാ ഭി സാമന കർണ പടേഗ. നമ്മൾ തോൽവിയും നേരിടേണ്ടി വരുന്നു. ഹർ ദുഃഖ് കാ ഹസ്കർ സാമന കർണേ മേ ഹി ജിന്ദഗി കി ജീത്ത് ഹേ. എല്ലാ ദുഃഖങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിടുന്നതാണ് ജീവിതത്തിൻ്റെ വിജയം. പ്രകൃതി കെ സൗന്ദര്യ കാ ആസ്വാദൻ കർണേ കെ സാത്ത് കിതാബോം കെ ദുനിയ സെ ജറൂർ ഗുസർനാ ഹേ. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിൻ്റെ കൂടെ തന്നെ പുസ്തകം എന്ന ലോകത്തിലൂടെയും നമ്മൾ നടക്കേണ്ടതുണ്ട്, കയറി ചെല്ലേണ്ടതുണ്ട്. ദൂസരോം കെ ലിയെ ജീനെ കി കല സീഖനി ഹേ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ട കല നമ്മളും മനസ്സിലാക്കണം. ഹമേശ സത്യ ധൈര്യ ഔർ സച്ചായി കാ ഹി സാത്ത് ദേനാ ഹേ. അതിൻ്റെ കൂടെ തന്നെ സത്യം, ധൈര്യം, അച്ചായി അതിൻ്റെ കൂടെ നമ്മൾ ജീവിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കഴിഞ്ഞ ദിവസം വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ക്ലാസ്സിനെ ആസ്പദമാക്കിയിട്ടുള്ള വർക്ക്ഷീറ്റുകളുടെ ആൻസറുകളും ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളും ആക്ടിവിറ്റീസുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.